2 ദിവസത്തെ സന്ദർശനത്തിനായി UAE-യിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഇന്ത്യയെ 3ാമത്തെ വികസിത സാമ്പത്തിക ശക്തിയാക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. അബുദാബിയിൽ മലയാളം ഉൾപ്പെടെ 4 തെന്നിന്ത്യൻ ഭാഷകളിൽ അദ്ദേഹം പ്രവാസികളെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളായ റുപേ കാർഡും UPI-യും UAE-യിലും പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ഇടനാഴിക്കും ധാരണയായി. ഭാരതം നികണ്ടേ ഓർത്തോ അഭിമാനിക്കുന്നു. ഉംഗ്ലൈ പാർത്തു ഭാരതം പേരുമൈ പടകിരുതോ. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുമെന്ന് നരേന്ദ്രമോദിയുടെ ഉറപ്പ്. അബുദാബിയിൽ നടന്ന അഹ്ലൻ മോദി മഹാസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 ദിവസത്തെ UAE സന്ദർശനത്തിനെത്തിയ മോദിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നിർണായക തീരുമാനങ്ങളുണ്ടായി. നിരവധി കരാറുകളും ധാരണാപത്രങ്ങളും ഒപ്പുവെച്ചു. ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി, ഇലക്ട്രിക്കൽ ഇന്റർ കണക്ഷൻ, വ്യാപാര മേഖലയിലെ സഹകരണം, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് സാമ്പത്തിക ഇടനാഴി, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ സഹകരണം എന്നിവയാണ് ഇതിൽ പ്രധാനം. വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയതിനും അബുദാബിയിൽ ബാബ്സ് ഹിന്ദു മന്ദിർ നിർമ്മാണത്തിന് സഹായം നൽകിയതിനും നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. കഴിഞ്ഞ 9 വർഷമായി വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ UAE-യുമായുള്ള ബന്ധം പല മടങ്ങ് വർദ്ധിച്ചതായി മോദി കൂട്ടിച്ചേർത്തു. നാളെ ദുബായിൽ നടക്കുന്ന ആഗോള സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി വൈകിട്ട് ഖത്തറിലേക്ക് യാത്ര തിരിക്കും. റുപേ കാർഡും UPI പേയ്മെന്റും രണ്ടും പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ്. അതോടൊപ്പം നയതന്ത്ര ബന്ധം, സൗഹൃദമൊക്കെ ശക്തിപ്പെടുത്തുന്ന ചർച്ചകളാണ് അബുദാബിയിൽ നടന്നത്. സായിദ് സ്പോർട്സ് സിറ്റിയിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി.